ചോറിന് ഈ ഒരു ഐറ്റം മാത്രം മതി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് വലുതാണ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, കോരി മാറ്റുക. അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ആവശ്യമാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വലിയ ജീരകവും കരിഞ്ചീരകവും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ കടലമാവും ചേർത്ത് അതിൻ്റെ റോസ്മെല്ല് മാറോളം ആ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി, പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് തൈരും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് ചെറിയ ജീരകം ചതച്ചതും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ആ സമയം ഇതിലേക്ക് മാറ്റി വെച്ച ക്യാപ്സിക്കം ഉള്ളിയും ചേർത്ത് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രേവിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടാണ്.